നമ്മുടെ ചാനലിൽ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ വണ്ടികളുടെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയാൻ പോണേ. സ്റ്റോക്കുള്ള കംപ്ലീറ്റ് വണ്ടികളുടെ, അതായത് അതിൽ കുറച്ച് വണ്ടികളൊക്കെ സെയിലായി പോയിട്ടുണ്ട്. ബാലൻസ് സെയിലാവാത്ത പ്രീമിയം വണ്ടികളുടെ വീഡിയോസാണ് ഞാനിന്ന് പറയണേ. അത് ഞാൻ ജസ്റ്റ് വാക്കാൽ പറയാണ്. പറഞ്ഞതിന് ശേഷം അതിൻ്റെ ഫോട്ടോസ് ഞാൻ സൈഡിൽ കാണിക്കുക, ഫുൾ ഡീറ്റെയിൽ പറഞ്ഞു. അപ്പോൾ നമുക്ക് വേഗം തന്നെ ആ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. എല്ലാ സ്റ്റോക്കും ഞാൻ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു കിഡിലൻ പ്രാഡോ ആണ് കേട്ടോ. ഈ പ്രാഡോയുടെ ഫോട്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അടിപൊളി പ്രാഡോ, ഓട്ടോമാറ്റിക്, പെട്രോളാണ് വരുന്നത്. 2007 മോഡല്, തേർഡ് ഓണർഷിപ്പിൽ വരുന്ന 2022 മോഡലിലേക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള അടിപൊളി വണ്ടി. V6 എഞ്ചിനിൽ വരുന്ന വണ്ടിയാണ് ഞാനിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാഹനം. അപ്പോൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന വില 16.5 ലക്ഷം രൂപയാണ്. ഇതിൻ്റെ റീല് നമ്മൾ ഏകദേശം പോസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു 2 ലക്ഷത്തിന് മേലെ ഇൻസ്റ്റാഗ്രാമിൽ വ്യൂസ് വന്നിട്ടുണ്ട് നമ്മുടെ. അവർ കിഡിലൻ വണ്ടിയാണ് നമ്മുടെ ഈ പ്രാഡോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സെയിലിന് വന്നിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതന്ന് നമ്മൾ ഇട്ടിട്ട് നമുക്ക് പല കാരണങ്ങൾ വശാൽ, അതായത് ഇപ്പോൾ ഓഫ് സീസൺ ആണ്, പിന്നെ പല സിറ്റുവേഷനെ കൊണ്ടും പിന്നെ നമ്മൾ ഉദ്ദേശിച്ച വിലയിലേക്ക് എത്താത്തതുകൊണ്ടൊക്കെ ആയിട്ട് സെയിൽ ഇങ്ങനെ അതിൻ്റെ എൻക്വയറീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക. ഈ അടുത്തത് ഒരു മെർസിഡസ് ബെൻസിൻ്റെ ഈ ക്ലാസ് ആണ്. ഈ 250 2014 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ KL8 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് ഞാനിപ്പോൾ ഈ സൈഡിലുള്ള ഫോട്ടോ കാണിച്ചിരുന്നത്. 1,90,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ള പക്കാ സർവീസ് ഹിസ്റ്ററി ഉള്ള KL8 സൺറൂഫ് അടക്കം വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ എല്ലാ പേപ്പറും ക്ലിയർ ഉള്ള KL8 2014 ഈ 250. അപ്പോൾ ഈ വാഹനം താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിലും എത്ര രൂപ വിളിക്കുക. ഇതിന് ചോദിക്കുന്ന റേറ്റ് എത്രയാണെന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ അവരുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 15 ലക്ഷം രൂപയോളാണ് ആസ്കിംഗ് പ്രൈസ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര രൂപ വിളിക്കുക. പിന്നെ അടുത്തൊരു വാഹനം നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത് മെർസിഡസ് ബെൻസിൻ്റെ തന്നെ C ക്ലാസ് ആണ്. 2012-13 രജിസ്ട്രേഷനിൽ വരുന്ന പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിട്ടുള്ള വണ്ടി. ഇതിൻ്റെ റീല് നമ്മൾ ഇട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുതിയത് വന്ന സ്റ്റോക്കുകളല്ല, എക്സിസ്റ്റിങ്ങിൽ ഇതുവരെ സെയിലാവാത്ത സ്റ്റോക്കുകളാണ്. ആ സ്റ്റോക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട്, നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്ര രൂപ വിളിക്കുക. അപ്പോൾ അതിൽ സോൾഡ് ഔട്ട് ആയ ഒരുപാട് വണ്ടികളുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. സോൾഡ് ഔട്ട് ആവാത്ത ഇനിയും ബാലൻസ് ഉള്ള വണ്ടികളെ കുറിച്ചാണ് നമ്മൾ പറയണേ. അതിൽ താല്പര്യമുള്ളവർക്ക് എത്രയും വേഗം വരാം. ഇതൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി യൂസ്ഡ് വണ്ടികൾ. അതൊക്കെ നമ്മൾ വീടുകളിൽ പോയിട്ട് ഷൂട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, അല്ലാണ്ട് ഇത് കച്ചവടക്കാരുടെ ഷോറൂമിലത്തെ വണ്ടികളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വണ്ടിയുടെ ജെന്യുവിനിറ്റിനെ പറ്റിയിട്ട് മനസ്സിലാവും. നമുക്ക് നേരിട്ട് അവർ വീട്ടിൽ പോയിട്ട് വണ്ടി കണ്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് KL8 രജിസ്ട്രേഷനിൽ നിന്ന് വരുന്ന എല്ലാ പേപ്പറും ക്ലിയർ, റീ രജിസ്ട്രേഷൻ കേരളയ്ക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ റേറ്റ് 6 ലക്ഷം രൂപ മാത്രമാണ് ഇതിനാകെ കൂടി ഇവർ ചോദിക്കുന്ന എമൗണ്ട്. താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ വേഗം പറയാം. വണ്ടിയുടെ ഫോട്ടോ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ വരുന്നത് E350. ഈ ക്ലാസ്സിൽ തന്നെ 350 V6 എഞ്ചിൻ വരുന്ന ഒരു കിഡിലൻ മെർസിഡസ് ബെൻസ് ഡീസൽ എഞ്ചിൻ 2011 മോഡൽ ഒറിജിനൽ കേരള വണ്ടി KL8 സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നത്. അതും അതിൻ്റെ പർച്ചേസ് ബില്ല് അടക്കം കേട്ടോ. അത് 10,99,000 രൂപയാണ് ഈ കാണുന്ന വണ്ടിയുടെ റേറ്റ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എത്രയും വേണം വിളിക്കാം. ഇനി അടുത്ത നമ്മുടെ സ്റ്റോക്കുള്ളത് ഒരു ജീപ്പ് കോമ്പസ് ആണ്. 2018 മോഡലിൽ 1.75 ഓടിയ പെട്രോൾ എഞ്ചിനിൽ വരുന്ന തേർഡ് ഓണർഷിപ്പിലുള്ള 6,60,000 രൂപയാണ് ഈ കാണുന്ന വണ്ടിക്ക് ചോദിക്കുന്നത്. ഇനി അടുത്തത് നമ്മുടെ ഫോർഡിൻ്റെ അവർ ഉണ്ടായിരുന്ന സെയിലായി പോയി. പിന്നെ എന്താ പറയുക, ഫോർച്യൂണർ എന്ന സെയിലായി പോയി. പിന്നെ Audi A4 2015, ഇത് നമ്മുടെ റീൽസിലോ ഷോർട്സിലോ നിങ്ങൾക്ക് പോയി കാണാം. 2015 മോഡൽ Audi A4 72,000 കിലോമീറ്ററോട് ഒറിജിനൽ കേരള, സെക്കൻഡ് ഓണർ, 70% ടയർ കണ്ടീഷനോട് കൂടെ 11,70,000 IDV ഉള്ള വണ്ടിയാണ്. 16 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. തൃശ്ശൂർ നെല്ലിക്കുന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ് വണ്ടി കിടക്കുന്നത്. താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂർ ടൗണിൽ അവർ വീട്ടിൽ പോയിട്ട് നമുക്ക് ഈ വണ്ടി കാണാനായിട്ട് പറ്റും. ഇനി അടുത്തതൊരു മറ്റേ MG ഹെക്ടർ, വെറും 55,000 കിലോമീറ്റർ ഹെക്ടർ 2020 മോഡൽ, 70% ടയർ, കമ്പനി സർവീസ്, ജെന്യൂൻ കിലോമീറ്റർ, സെക്കൻഡ് ഓണർ, അടിപൊളി വണ്ടി. അത് 12 ലക്ഷം രൂപ ചോദിക്കുന്നത്, നെഗോഷ്യബിൾ ആണ്. ഇനി അടുത്തെന്ന് പറയുന്നത് പോളോ ഒരെണ്ണം, അത് സെയിലായി പോയത്. പിന്നെ വേറെ BM 5 സീരീസ് ഒരെണ്ണം കിടക്കുന്നുണ്ട്. അത് 2012 മോഡൽ 1.75 ഓടിയ വണ്ടി, എല്ലാ പേപ്പറും പക്കയായിട്ടുള്ള വണ്ടി കേട്ടോ. അത് 10,99,000 രൂപ ചോദിക്കുന്നു. തൃശ്ശൂർ ഒരു ഫാമിലി യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. പിന്നെ ബെൻസിൻ്റെ CLA 2015 മോഡൽ, വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, സൺറൂഫ് ഫുൾ ഓപ്ഷൻ CLA ട്ടോ. ബെൻസിൻ CLA കാണുന്ന വണ്ടി, ഫോട്ടോ കാണിക്കുന്ന വണ്ടി. 1.19 വണ്ടി ഓടിയിട്ടുള്ളത്. ഫുൾ പേപ്പർ ക്ലിയർ ആണ് വണ്ടി. ലോൺ അവൈലബിൾ ആണ്. 16 ലക്ഷം രൂപ ചോദിക്കണം. അടുത്തത് ജീപ്പ് പോലെ തോന്നി, താറാണ്. ഇതേ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. 2022 മോഡൽ സിംഗിൾ ഓണർ, 62,000 കിലോമീറ്റർ ഓടി താറ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല, ഫുൾ കവറേജ്, ഇൻഷുറൻസ്, 14 ലക്ഷം രൂപയാണ് IDV വരുന്നത്. ആസ്കിംഗ് പ്രൈസ് വരുന്നത്. IDV ഉണ്ട്, ഫുൾ കവർ ഇൻഷുറൻസാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഒരു കാരൻസ് കച്ചവടമായി പോയി. പിന്നെ നമ്മുടെ ഇപ്പോൾ ലാസ്റ്റായിട്ടൊരു വണ്ടി കൂടെ ഞാൻ പറയാം. ബാക്കിയൊക്കെ ഒരുവിധം വണ്ടികളൊക്കെ ഇതിന് സെയിൽ നടന്നു, അതാണ് ഞാനിപ്പോൾ പറയാത്തത്. പിന്നെ പോളോ 2016 മോഡൽ ഡീസൽ, സെക്കൻഡ് ഓണർ, ഫുൾ കവറേജ്, ഇൻഷുറൻസ്, 74,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഹൈ ലൈൻ മോഡലാണ് വരുന്നത്. 5.25 ലക്ഷം രൂപയാണ് ഈ കാണുന്ന വണ്ടിക്ക് ചോദിക്കുന്നത്. പിന്നെ ഒരു Audi A4 ഉണ്ട്.
2013 മോഡല് ഫുൾ കവറേജ് ഇൻഷുറൻസ് ഉള്ള 1,35,000 ഓടിയ സെക്കൻഡ് ഓണർ ഓഡിയ ഫോർ 9.5 ലക്ഷം രൂപയ്ക്ക് ഡീസൽ ഓട്ടോമാറ്റിക്. പിന്നെ സിവിക്ക് 2009 മോഡല് അടിപൊളി വണ്ടി 1,40,000 കിലോമീറ്ററുടെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കുറച്ച് ചെയ്തിട്ടുള്ള വാൽവട്രോണിക് അടക്കം ചെയ്തിട്ടുള്ള പെട്രോൾ എഞ്ചിനിൽ വരുന്ന വണ്ടി. പിന്നെ നമ്മുടെ ഇത് ലാസ്റ്റ് വരുന്നത് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് റീസെൻ്റ് ആയിട്ട് ഇന്നലെ പോസ്റ്റ് ചെയ്ത വണ്ടിയാണ് ഇന്നോവ ക്രിസ്റ്റ 2017 മോഡല് തേർഡ് ഓണർഷിപ്പിൽ വരുന്ന കമ്പനി സർവീസ് ഒറിജിനൽ കേരള 90% ടയർ ബട്ടൺ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വി ഓപ്ഷനിൽ വരുന്നത് 1,77,000 കിലോമീറ്ററോട് ഇത് കാണിക്കുന്ന വണ്ടിയാണ്. സോ ഇത്രയും വണ്ടികൾ നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇന്നോവയ്ക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 16,50,000. സോ ഇതേപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള വണ്ടികളാണ് ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതൊരു ഒറ്റ വീഡിയോയിൽ പറഞ്ഞു എന്ന് മാത്രം, കാരണം നിങ്ങൾ സ്ക്രോൾ ചെയ്ത് ഒരുപാട് വീഡിയോ നോക്കിയിട്ട് എല്ലാ വണ്ടി ഏതാണെന്ന് കണ്ടുപിടിക്കാണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിന് താഴെ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ വണ്ടികളുടെ വീഡിയോസ് അതിലൊക്കെ എടുക്കുന്നുണ്ട്. എല്ലാം എടുത്ത് ഒന്നിന്ന് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് ആ പാർട്ടിയുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് വണ്ടി കാണാം. സോ ഇതേപോലെയുള്ള അടിപൊളി വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നാളെ പുതിയൊരു വണ്ടിയുടെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.